നമ്മുടെ മാങ്കൂട്ടം ദ പാലക്കാടൻ ഹീറോ പുള്ളീനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാന്ന് വെച്ച് നോക്കാം. അതായത് സപ്പോർട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കേസ് കഴിഞ്ഞ് രണ്ടാമത്തെ കേസ് കഴിഞ്ഞത് മൂന്നാമത്തെ കേസിലാണ് അറസ്റ്റിലായേക്കണം. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ ഇന്ന് നമ്മുടെ മനോരമയുടെ ഒരു വാർത്ത കണ്ടപ്പോൾ ഒന്ന് അറിയാതെ സപ്പോർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാ. അപ്പോൾ അതിനകത്ത് മനോരമയിൽ വന്നേക്കുന്ന സംഭവം ഞാൻ വായിക്കാം. ഓക്കെ. വഴി മാറി വന്ന ഫ്ലിപ്കാർട്ട് മെസ്സേജ്: അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിന്റെ കെണിയിൽ വീണത് ഇങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് ആ സ്റ്റോറി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതായത് മാങ്കൂട്ടം എങ്ങനെയാണ് ഇതിനെ വളച്ചത്, അല്ലേ, ഏതാ നമ്മുടെ ഈ അതിജീവിതനെ എങ്ങനെയാണ് കുപ്പിയിലാക്കിയത് എന്നുള്ള കഥയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതുതായി പരാതി നൽകിയ യുവതിയുടെ ജീവിതം നരകമാക്കിയത് സുഹൃത്തിന് വാട്സാപ്പിൽ അയച്ച ഒരു ഫ്ലിപ്കാർട്ട് ലിങ്ക്. സ്വന്തം പിതാവിന് ഫ്ലിപ്കാർട്ടിൽ മൊബൈൽ ഫോൺ ഓർഡർ ചെയ്ത ശേഷം അത് കൈപ്പറ്റുന്നതിനുള്ള ലിങ്ക് നാട്ടിലുള്ള ബാല്യകാല സുഹൃത്ത് രാഹുലിന് അയച്ചു കൊടുത്തു. എന്നാൽ ഫോണിൽ മുൻപെന്നോ സേവ് ചെയ്തിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നമ്പറിലേക്കാണ് മെസ്സേജ് പോയത്. ഉടൻ തന്നെ ഡിലീറ്റ് ആക്കുകയും ചെയ്തു. യഥാർത്ഥ നമ്പറിലേക്ക് ലിങ്ക് ഫോർവേഡ് ചെയ്തു. അതായത് ഈ അതിജീവിത പണ്ടെന്നോ എന്തിനോ വേണ്ടി വെറുതെ ഒരു തമാശയ്ക്ക് എല്ലാം വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മാങ്കൂട്ടത്തിന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും രാഹുൽ, ഇതും രാഹുൽ. അങ്ങനെ ബാല്യകാല സുഹൃത്ത് രാഹുലിനെ അയക്കുന്നതിന് പകരം അറിയാതെ തെറ്റ് പറ്റിയിട്ട് ഒന്ന് അയച്ചു. അതായത് അച്ഛന് വേണ്ടിയിട്ട് ഫോൺ ഓർഡർ ചെയ്തിട്ട് അയച്ചു. അതിലൊരു ദുരൂഹതയില്ലേ, നമുക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നില്ല അല്ലേ. ഇനി പിറ്റേ ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ നിന്ന് ഹായ്, ഹലോ തുടങ്ങിയ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ആദ്യം പ്രതികരിച്ചില്ലെങ്കിലും തുടർച്ചയായ മെസ്സേജുകൾ വരാൻ തുടങ്ങിയപ്പോൾ മറുപടി നൽകിയെന്ന് പോലീസ് പ്രഥമ വിവര റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ അതിജീവിതയുടെ മൊഴിയിൽ പറയുന്നു. ക്രമേണ രാഹുൽ യുവതിയുടെ മാതാപിതാക്കളുടെയും അനുജത്തിയുടെയും ഒക്കെ വിവരങ്ങൾ അന്വേഷിച്ചു. ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു. അപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ സ്ഥിരം സ്റ്റൈല് മാങ്കൂട്ടത്തിൽ ഇറക്കി. ഒരു നമ്പറിൽ നിന്നൊരു കോൾ കിട്ടി. അപ്പോൾ തന്നെ മാങ്കൂട്ടത്തിൽ തിരിച്ച് ഹായ്, ഹലോ, ഹൗ ആർ യു, പിന്നെ സുഖവിവരങ്ങളെല്ലാം അന്വേഷിച്ച് മാങ്കൂട്ടത്തിൽ ചെന്നു. ഒരു 10 പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്കും അതിജീവിതയും കമ്പനിയായി. ഇനി എൻ്റെ പപ്പയുടെ യങ് വെർഷനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് മമ്മി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടാണ് ഞാൻ TV-യിൽ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാനഡയിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അതിനിടെ നാട്ടിലുള്ള ബാല്യകാല സുഹൃത്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ നമ്പർ തന്നത്. അത് വെറുതെ ഫോണിൽ സേവ് ചെയ്തു വെച്ചെങ്കിലും ഒരിക്കലും കോൺടാക്ട് ചെയ്തിരുന്നില്ല. നാട്ടിലെ സുഹൃത്ത് രാഹുലിന് അയച്ച മെസ്സേജ് മാറി മാങ്കൂട്ടത്തിന്റെ നമ്പറിലേക്കാണ് പോയത്. അതാണ് ആദ്യ കോൺടാക്ട്. എല്ലാം മാറിപ്പോയതാണ് കേട്ടോ. പിന്നെ വെറുതെ സേവ് ചെയ്തതാണ്. വെറുതെ സേവ് ചെയ്തു, അറിയാതെ മാറിപ്പോയി. ഇത് രണ്ടും പ്രശ്നമാണ്. ആദ്യമെല്ലാം വളരെ കാഷ്വലായി വർഷങ്ങളുടെ പരിചയമുള്ള ആളുകൾ സംസാരിക്കുന്നത് പോലെയാണ് മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. വിവാഹതയാണെന്ന് ആദ്യം തന്നെ അയാളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഭർത്താവിനെ കുറിച്ചും കുട്ടികളുണ്ടോ എന്നുമെല്ലാം രാഹുൽ തിരക്കി. പിന്നീട് എല്ലാ ദിവസവും കൂടുതൽ സമയമെടുത്ത് പേഴ്സണൽ കാര്യങ്ങൾ തിരക്കും. കുട്ടികളില്ലാത്തത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി. നിർബന്ധിച്ചപ്പോൾ ദാമ്പത്യത്തിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഹഗ് ചെയ്യാൻ തോന്നുന്നുവെന്ന് രാഹുൽ പറഞ്ഞു. സിമ്പതിയാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ബഹുമാനമാണെന്നും എത്ര നാൾ സഹിച്ച് ജീവിക്കാൻ കഴിയുമെന്നും അയാൾ എന്നോട് ചോദിച്ചു. അത് നല്ലൊരു ചോദ്യമായിരുന്നു. എല്ലാവരെയും പ്രീതിപ്പെടുത്തി എല്ലാ കാലത്തും ജീവിക്കാൻ കഴിയില്ലെന്നും ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇറങ്ങി വരാനും രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് നിരന്തരം പറയാൻ തുടങ്ങി. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിനു മുമ്പുള്ള കേസിലും ഏതാണ്ട് ഇതുപോലുള്ള സെറ്റപ്പുകളാണ് മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിജീവിതം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും തനിക്ക് കുട്ടികൾ ഉണ്ടായാൽ തിരക്ക് കാരണം അവർക്ക് വേണ്ടി സമയം ചിലവിടാൻ കഴിയില്ലെന്നും അവർക്ക് നല്ലൊരു അമ്മയെ വേണമെന്നും താൻ നല്ല കമ്പാനിയനാണെന്നും അയാൾ പറഞ്ഞു. തുടർന്ന് വാട്സാപ്പിൽ എപ്പോഴും രാഹുൽ പിന്നാലെ കൂടി എന്നോട് കൂടുതൽ അടുത്തപ്പോൾ എന്നോട് സംസാരിക്കാതിരിക്കാൻ പറ്റുന്നില്ലെന്നും എന്തിനാണ് നേരത്തെ പോയി കല്യാണം കഴിച്ചതെന്നുമെല്ലാം ചോദിച്ചു. യു വിൽ ബി മൈ ലൈഫ് പാർട്ട്ണർ എന്ന് ആവർത്തിച്ച് പറയും. തൻ്റെ സഹോദരിക്ക് കുട്ടികളില്ലെന്നും തനിക്ക് 3 കുട്ടികളെങ്കിലും വേണമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. നല്ലൊരു പാർട്ട്ണർ ആയില്ലെങ്കിൽ താൻ നല്ലൊരു ഫാദർ ആയിരിക്കും എന്ന് അയാൾ പറഞ്ഞിരുന്നെന്നും യുവതി മൊഴി നൽകി. പിന്നീട് ചാറ്റുകൾ ടെലിഗ്രാം വഴിയാക്കി അയക്കുന്ന മെസ്സേജുകൾ ഉടൻ ഡിലീറ്റ് ചെയ്യും. ടൈം പാസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അതിന് ടൈമില്ല എന്നായിരുന്നു മറുപടി. കാനഡയിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ നേരിട്ട് കാണാമെന്ന് നിർബന്ധിച്ചു. ഭർത്താവിൻ്റെ പിതാവിന് അസുഖമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് നാട്ടിലെത്തിയത്. ആ സമയത്ത് ഭർത്താവിനെ പിന്തുണച്ച് കൂടെ നിൽക്കണം എന്നൊക്കെ രാഹുൽ പറഞ്ഞപ്പോൾ വിശ്വാസം കൂടി. ഒടുവിൽ പലവട്ടം മാറ്റിവെച്ച കൂടിക്കാഴ്ചയാണ് 2024 ഏപ്രിൽ 8 തിരുവല്ലയിൽ ക്ലബ് 7 ഹോട്ടലിൽ നടന്നതും രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്തത്. കാത്തിരുന്ന് പോയിട്ട് ബലാത്സംഗം ചെയ്തത്. ഇനിയിപ്പോൾ മനോരമ എഴുതി വെച്ചതിനകത്തുള്ള തെറ്റാണോ അതോ മനോരമ ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ എഴുതി വെച്ചാണോ എന്നറിയില്ല. ഇത് മൊത്തത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു എയിമില്ല. അതായത് മൊത്തം അതിജീവിതയുടെ കുറ്റം എന്നുള്ള സ്റ്റൈലിലാണ് സംഭവം കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാനായിട്ട് തോന്നണില്ല. പക്ഷേ ഒന്നാമത്തെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്, രണ്ടാമത്തെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത് മൂന്നാമത്തത്, അത് കളങ്കാവൽ സിനിമ സ്റ്റൈലിലാണ് പരിപാടികൾ. ഓക്കെ, നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം.
അല്ല രണ്ടല്ല മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിലിനെ പൂട്ടി SIT. ഒരാഴ്ച നടത്തിയ കൃത്യമായ പ്ലാനാണ് ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടപ്പാക്കിയത്. ആദ്യ കേസുകളിൽ ഇതിന് സമാനമായി തന്നെയാണ് ഈ അതിജീവിതയെയും രാഹുൽ അതിവിദഗ്ധമായി ഒന്നല്ല രണ്ടല്ല മൂന്ന്. ഇവന്റെ കയ്യിൽ എന്താണ് പാറ്റൻ ടാങ്ക? മറ്റേ ജഗതി ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ പാറ്റൻ ടാങ്ക് വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് ഇവന്റെ. ഒടുവിൽ പീഡിപ്പിച്ചതും ഒടുവിൽ ചൂഷണം ചെയ്തതും ഒടുവിൽ ഭീഷണിപ്പെടുത്തിയതും ഒടുവിൽ സാമ്പത്തികമായി ലാഭം പോലും ഉണ്ടാക്കിയതും. വിവാഹ വാഗ്ദാനം നൽകുന്നു, ബലാത്സംഗം ചെയ്യുന്നു, കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുന്നു, ഗർഭിണിയായപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു, അധിക്ഷേപം നടത്തുന്നു, സഹോദരിയുടെ വിവാഹം മുടക്കുമെന്ന് പറയുന്നു, ഗർഭഛിദ്രം നടത്തണമെന്ന് ആദ്യം സ്നേഹത്തിലും പിന്നെ നിർബന്ധിക്കുന്നു, അതിനുശേഷം ദേഹോപദ്രവം തുടർച്ചയായി ഏൽപ്പിക്കുന്നു, ഗർഭഛിദ്രം നടത്തിയ ശേഷം യുവതി ആ ഭ്രൂണത്തിൽ DNA തെളിവ് ശേഖരിക്കാൻ വേണ്ടി അത് സൂക്ഷിക്കുന്നു, DNA പരിശോധനയ്ക്കായി ഭ്രൂണം സൂക്ഷിച്ചു എന്നുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിപ്പോ മനോരമയിൽ വായിച്ചനുസരിച്ച് നമ്മൾ അറിയാണ്ടൊന്ന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തു പോകും. പക്ഷെ ഇവന് പ്രാന്താണ്. കളങ്കാവൽ സിനിമാ സ്റ്റൈലിലാണ്. അവന് ഏറ്റവും വീക്കായിട്ടുള്ള ടാർഗറ്റിനെ കണ്ടുപിടിക്കും, വിഷമം അനുഭവിക്കുന്നവർക്ക് സന്തോഷം സ്നേഹം കൊടുക്കും, എന്നിട്ട് അവരെ വളയ്ക്കും, കൊണ്ടുപോകും, പ്ലക്കും. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കൊച്ചിനെ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അത് അനസിപ്പിക്കാൻ പറയും, പിന്നെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യും. ഒരേ പാറ്റേൺ. ഇവനത് സൈക്കോയാ. ഇവന് ശരിക്കും പ്രാന്താണെന്ന് തോന്നുന്നു. അല്ലെ പിന്നെ ഈ പണി കാണിക്കൂ. സാധാരണ മനുഷ്യന്മാരാണെങ്കിൽ ഓക്കെ, ഒരു ലെവലൊക്കെ കഴിഞ്ഞ് ഒന്ന് പ്ലക്കും വിടും, ഒഴിവാക്കും, പോവുമായിരിക്കും, ചിലപ്പോൾ അതൊരു പീഡന കേസായി മാറുമായിരിക്കും. ഇതെന്താണ് ഇവിടെ? കൊച്ചിനെ വേണമെന്ന് പറയുന്നു, അത് കഴിയുമ്പോൾ കൊച്ചിനെ കളയണമെന്ന് പറയുന്നു, പിന്നെ കാശ് ചോദിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇവനാണ് ഈ കൈയിട്ട് വാരാനായിട്ട് രാഷ്ട്രീയം ഉണ്ടായിരുന്നു, എന്നിട്ടും പിന്നെ ഇവൻ എന്തിൻ്റെയാണോ ഭ്രാന്ത്. ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് പെട്ടിരിക്കുന്ന രാഹുൽ ഈശ്വർ പറയുന്നത് കൂടെ ഒന്ന് കേട്ടു നോക്കാം. വിശ്വാസിക്കുന്ന രീതിയിൽ മിതമായി 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം. ഈ പെൺകുട്ടിയുടെ ചാറ്റാണല്ലോ ഇപ്പോൾ പുറത്തു വന്നത്. ആ പെൺകുട്ടി അതിൽ രാഹുലിന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് രാഹുൽ ലവ് 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 എന്ന 3 സിമ്പൽ വെച്ചാണ്. രാഹുലിന്റെ കൂട്ടത്തിൽ 3 പ്രണയത്തിന്റെ ഹാർട്ട്, ചുമന്ന ഹാർട്ടിന്റെ സിമ്പൽ. എനിക്കറിയില്ല റേപ്പ് ചെയ്ത ഒരാളെയോ പീഡിപ്പിച്ച ഒരാളെയോ അങ്ങനെ ആരെങ്കിലും സേവ് ചെയ്യുമോ. 2, പീഡിപ്പിച്ച ആളുടെ കൂടെ ചേർന്ന് ഒരു ഫ്ലാറ്റ് മേടിക്കാൻ ഏതെങ്കിലും യുവതി തീരുമാനിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിലും കൂടുതൽ കടുപ്പിച്ച് പറയുന്നില്ല. കാര്യം ഈ കാര്യം കേരളത്തിൽ പറയുന്ന ഏക വ്യക്തി ഞാനാണ്. അതുകൊണ്ട് എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പോലീസ്. അതെ, ഇതെല്ലാം പറയുന്ന ഒരേ ഒരു വ്യക്തി ഈ രാഹുൽ ഈശ്വറാണ്. ഈ പുള്ളി ചോദിക്കുന്നതിലും കാര്യമുണ്ട്. അതായത് ആരെങ്കിലും രാഹുൽ ലവ് 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 എന്നിടൂ. ഒരു ലവ് ആണ് പിന്നെയും പൊട്ടേ നോക്കായിരുന്നു. ഇത് 4 ലവ് ഒക്കെ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു ദുരൂഹത ഇല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് പ്രണയിക്കുന്ന സമയത്ത് ഇട്ടല്ലേ, പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പേര് രാഹുൽ ദ ഫ്രോഡ് എന്നാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവില്ല. പണ്ട് കിടന്ന പേര് അതുപോലെ തന്നെ ഇട്ടതായിരിക്കാം. അത് പിന്നെ പോട്ടെ. പക്ഷെ പുള്ളി ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഒരാൾ ഫ്ലാറ്റ് മേടിക്കാൻ വേണ്ടി നിൽക്കുമോ പീഡിപ്പിച്ച ഒരാളുടെ കൂടെ? അപ്പോൾ അന്ന് നടന്നത് പീഡനമല്ല, അന്ന് നടന്നത് സമ്മതപ്രകാരമുള്ള പരിപാടിയാണ്. പക്ഷെ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിന് ഒരു ഇതല്ല അത്. അതായത് ഓക്കെ, 2 പേരെ സമ്മതപ്രകാരം നടന്നു, അതിനുശേഷം ഇയാൾ കൊച്ചു വേണമെന്ന് ആവശ്യപ്പെടുന്നു, പിന്നെ അത് ഗർഭം അലസിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അത് ശരിക്കും ഒരു സൈക്കോത്തരമല്ലേ? ഇനി ഈ പുള്ളീനെ രാത്രി പൊക്കിയ സീൻ, അതായത് അണ്ണനെ രാത്രി വന്ന് പൊക്കി. അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ കേസുകളിൽ പലയിടത്തും പോയി റിസോർട്ടുകളിൽ പോയി എൻജോയ് ചെയ്ത പോലെ പുള്ളി വല്ല നോർത്ത് ഇന്ത്യക്ക് വിട്ടുപോയത്. അതുകൊണ്ട് രാത്രി നല്ല നൈസായിട്ടാണ് പോയി പൊക്കിയത്. പൊക്കി കഴിഞ്ഞ് ചെന്നപ്പോൾ പുള്ളി ചോദിക്കുക, ഏത് കേസാണ് സാറേ എന്ന്. അതായത് ഇതിപ്പോൾ എത്രാമത്തെ കേസാണ്, ഏത് കേസാണ്? ഇനി പുള്ളി ഒരു 10-20 പെൺപിള്ളേർ പേര് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഇനി ഏത് കേസാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചായിരിക്കും. ഇതൊന്നും അല്ല. ഇനി ഈ പരാതിക്കാരിയുടെ ചാറ്റ്, ഈ ചാറ്റും കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. പരാതിക്കാരിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. പണം വാങ്ങിയതിന്റെ തെളിവുകൾ ഈ ചാറ്റിലുണ്ട്. ഫ്ലാറ്റ് വേണമെന്ന് രാഹുൽ യുവതിയോട് ആവശ്യപ്പെടുന്നുമുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇവർ പറയുന്നത് രാഹുല് ഫ്ലാറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടെന്നൊക്കെയാണ്. പക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ചാറ്റ്. ആ ചാറ്റിൽ ഒരു ഡിസ്കഷനാണ് നടത്തുന്നത്, നമുക്ക് ഫ്ലാറ്റ് എടുക്കണ്ടേ. അപ്പോൾ ഒരാൾ പറയാണ് 2 BHK ഫ്ലാറ്റ് പോരെ, ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല എന്തായാലും എന്നാ പെണ്ണ് ചോദിക്കുന്നുണ്ട്. അപ്പം ആൺകൂട്ടത്തിൽ പറയുന്നുണ്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് 3 BHK എടുക്കാം, കുറച്ചുകൂടി സ്പേഷ്യസ് ആണല്ലോ എന്നൊക്കെയാണ് ആ ചാറ്റിൽ ഞാൻ വായിച്ചിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ ഹേർട്ടിൻ്റെ ഇമോജിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ചോദിക്കുന്നുണ്ട് ഈ സാധനം 1 ടൈം പേയ്മെൻ്റ് ആണോ അതോ റിക്കറിങ് ആണോ, ഇതെല്ലാം നീ ചോദിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. പിന്നെ സംസാരിക്കുമ്പോൾ ഞാൻ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചു, ഞങ്ങൾ നാളെ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഡിസ്കഷനിൽ പറയുന്നത്. പരാതിയിലെ വിവരങ്ങൾ ലഭിച്ചിരുന്നു, പക്ഷേ അത് ശരിവെക്കുന്ന തെളിവുകൾ കൂടി അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിൽ പ്രധാനമായി അതായത് ഇവർ തമ്മിൽ എത്രത്തോളം സൗഹൃദത്തിലായിരുന്നു എന്ന് വ്യക്തം. അതെ, ഇവർ തമ്മിൽ എത്രത്തോളം സൗഹൃദത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ചാറ്റുകൾ, അല്ലാതെ ഒരു ഭീഷണി അല്ല അത്. അപ്പോൾ അവിടെയും ആൺകൂട്ടത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ എല്ലാം കഴിയുമ്പോൾ 3ാമത്തെ കേസാണ്. ഈ 3ാമത്തെ കേസിനൊക്കെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും നാറിയാവൂലേ? ഇവന് ഭ്രാന്താണ്, മുഴുത്ത ഭ്രാന്ത്. കളങ്കാവൽ സ്റ്റൈൽ പ്രേമം വരുന്നതിൻ്റെ എല്ലാം.
ഇവനെ ഇത് സാധാരണ വളച്ച് ഉള്ള സെറ്റപ്പൊക്കെയാണ് പിന്നെയും പോട്ടെന്ന് വെക്കാറുണ്ട്. ഇത് നമ്മളില്ലേ, ഞാൻ വിട്ടു.